നമ്മളിപ്പോ എവിടെയുള്ള ഹോസ്പിറ്റലില് നമ്മളങ്ങനെ 2 സെന്റിമീറ്റർ ഡൈലേറ്റ് ആയി. അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ പാകത്തിനൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മളോട് പറഞ്ഞു ഇവിടെ വന്ന് ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പൊക്കോളാൻ പറഞ്ഞു. നമ്മുടെ ഹോസ്പിറ്റലിന്റെ മുമ്പിലാണുള്ളത്. ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല കേസ്. അപ്പോൾ പെയിൻ കുറയാനും ഉറക്കം കിട്ടാനില്ലേ? ഇഞ്ചക്ഷൻ എടുത്ത് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ പറ്റും. നമ്മൾ ഓൾറെഡി നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് ഡ്യൂ കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടോ അല്ലേ? ഉറങ്ങിയിട്ടുണ്ടോ? കുറെ ടൈമായി. ചിലപ്പോ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ബെർത്ത് വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു ബെർത്ത് വ്ളോഗ് എടുക്കണം. 9 മാസമായിട്ട് കാത്തിരിക്കുവായിരുന്നു. അപ്പൊ ഓക്കെ, ഞങ്ങള് കേറാണ് ഹോസ്പിറ്റലിൽ നിന്ന് കാണാൻ. അങ്ങനെ സുഹൃത്തുക്കളെ, ഞങ്ങൾ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ഇഞ്ചക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒന്നും അറിയില്ല എന്താണ്. നമ്മുടെ ഡോക്ടർ, ഒരു നേഴ്സ് വന്ന് പ്രഷർ കാര്യങ്ങളെല്ലാം നോക്കി എല്ലാം ഓക്കെ ആണ്. അപ്പോൾ ഒരു ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഡോക്ടറിന്റെ മീറ്റിങ്ങിനാണ് പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വിട്ടു. ഇത് കണ്ടോ, ഇവിടെ ഒരു ഇഞ്ചക്ഷനൊക്കെ കയ്യിലൊരു ഇഞ്ചക്ഷനൊക്കെ തന്ന് പെയിൻ പോകാനുള്ള ഇപ്പോൾ റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ എന്താണ്, സോറി, ഇടയ്ക്കൊക്കെ കോൺട്രാക്ഷനൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇച്ചിരിയുടെ കൂടിയാൽ മാത്രമേ നമ്മളെ ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റ് ചെയ്യുള്ളൂ. അതായത് ഡൈലേഷൻ മോർ ദാൻ 3 സെൻറ്റിമീറ്റർ, അറ്റ്ലീസ്റ്റ് 3 സെൻറ്റിമീറ്റർ എങ്കിലും ഉണ്ടെങ്കിൽ നമ്മളവരെന്താക്കോളൂ അഡ്മിറ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ കോൺട്രാക്ഷൻ ആട്ടോ. ഞാനിപ്പോൾ എല്ലാം പഠിച്ചു. ഞാൻ ഭയങ്കര എക്സ്പേർട്ടായി. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വിടുകയാണ്. ഹോപ്പ്ഫുള്ളി ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങോട്ട് തിരിച്ചു വരും എന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ പെട്ടിയും ബാഗൊക്കെ വെച്ച് ഹോസ്പിറ്റലിൽ പോകാൻ നോക്കുകയാണ്. ലാസ്റ്റ് 48 ഹവേഴ്സായിട്ട് അത്യാവശ്യം നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോയി വന്നേ ഉള്ളൂ. കോൺട്രാക്ഷനാണോ? അപ്പോൾ ഗൈസ്, നല്ല പെയിനും കാര്യങ്ങളൊക്കെയാണ് ലിൻഡാപ്പിക്ക്. ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 സെൻറ്റിമീറ്റർ ഓർ മോർ ഡൈലേറ്റ് ആയാൽ മാത്രമേ അവർ നമ്മളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഓൾമോസ്റ്റ് 2 സെൻറ്റിമീറ്റർ ആയി. നല്ല പെയിനാണ്. ലാസ്റ്റ് 48 ഹവേഴ്സായിട്ട് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോവാൻ അറിയില്ല അവരോട് അഡ്മിറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ അങ്ങനെ കഴിച്ച് ഞങ്ങളിവിടെ ഹോസ്പിറ്റലിലെത്തി. ഒരു വീൽ ചെയർ കിട്ടി. വീൽ ചെയറിൽ ഉണ്ടാക്കി ഇരിക്കുക. പ്രസൻ്റ്ലി ഇപ്പോൾ കോൺട്രാക്ഷൻ നടക്കുന്നുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു. അപ്പോൾ പോവാണ്. ഹോസ്പിറ്റലിൽ എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എന്താണെങ്കിലും പോവാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ എന്താ പറയുക 4 സെൻറ്റിമീറ്റർ ഡൈലേറ്റായി. നമ്മൾ ലിൻഡാപ്പീനെ അഡ്മിറ്റ് ചെയ്തു. ഓൾ സെറ്റപ്പിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ റൂമിലുണ്ട്. അപ്പോൾ ഓരോ കൺസേണൊക്കെ എടുത്തു. ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ എന്താ പറയുക പൂരിപ്പിച്ച് കൊടുക്കുകയാണ്. ബാക്കിയെല്ലാം ഓക്കെയാണ്. ബേബി എല്ലാം റിയലി ഡൂയിങ് ഗുഡാണ്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ എങ്ങനെ എന്താണെന്നുള്ള. നല്ല പെയിൻ ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ 11:45 അഡ്മിറ്റ് ചെയ്ത് ഇപ്പോൾ സമയം 2:36 അവർ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഓഫ് ചെയ്ത് തന്നു. എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ അവിടെ നിന്ന് മോണിറ്റർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ വൻ കരച്ചിലായിരുന്നു. പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാണ്ടായിപ്പോയി ഭയങ്കരമായിട്ട്. എന്നിട്ട് ഇപ്പോൾ എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞാൽ എന്തായാലും എൻ്റെ നമ്മുടെ നാട്ടിലെ അനസ്തേഷ്യ. അപ്പോൾ എപ്പിഡ്യൂറലൊക്കെ കിട്ടി. കോൺട്രാക്ഷൻ എത്ര സെൻറ്റിമീറ്റർ ആയി? 5 സെൻറ്റിമീറ്റർ ഡൈലേറ്റ് ആയി. 5 സെൻറ്റിമീറ്റർ ഡൈലേറ്റ് ആയി. അപ്പോൾ അത് 10 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിലാണ് ഡെലിവറി ഉണ്ടാവുള്ളൂ. എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. അതെ ഇപ്പോഴാ സമാധാനമായി. കരഞ്ഞ് വിളിച്ച് നിൽക്കുമായിരുന്നില്ലേ? അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. അങ്ങനെ വയറ്റിൽ മറ്റേ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ബേബീൻ്റെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ സിസ്റ്റത്തിൽ അവർക്കും അവിടെ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് ഇവിടെ കിടക്കാനായിട്ടൊരു സെറ്റപ്പ് ഉണ്ട്. കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ് അല്ലേ? നമുക്ക് എന്തായാലും ഒന്ന് ഇച്ചിരി റെസ്റ്റ് എടുക്കാമല്ലേ? ഓക്കെ. ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഞങ്ങൾ അല്ലേ? അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊന്ന് കിടന്നുറങ്ങാം. ഓക്കെ. ഓ ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പോൾ എന്താ പറയുക എപ്പിഡ്യൂറലൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ എത്ര മണിക്കൂറായി? എപ്പോഴോ വിട്ടതാ. ഇപ്പോഴത്തെ സമയം ഇവിടെ രാവിലെ 7:15. ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്താന്ന് പറയാ? നല്ല തണുപ്പുണ്ട്. എനിക്ക് ഞാനും നന്നായിട്ട് ഉറങ്ങിട്ടോ.
ഞാൻ കുറച്ച് ഉറങ്ങി, നന്നായിട്ട് ഉറങ്ങാൻ. 1 മണിക്കൂർ കൂടുമ്പോൾ അവർ വരണോണ്ട് സീനാലേ. ഇപ്പോഴത്തെ കറക്റ്റ് സിറ്റുവേഷൻ എന്താന്ന് പറയാ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ഡയലേറ്റ് ആയി, വാട്ടർ ഇതുവരെ ബ്രേക്ക് ആയിട്ടില്ല. അപ്പോൾ അവർ ബ്രേക്ക് ആക്കാൻ എന്തോ ഒരു ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ട് അവർക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് സീനിയർ നേഴ്സിനെ വിളിക്കാൻ പോയതാണ്. അപ്പോൾ എൻ്റെ ഇതുവരെ നോക്കിയ നേഴ്സിൻ്റെ ഡ്യൂട്ടി 7:30 കഴിയും. അത് കഴിഞ്ഞാൽ പുതിയ ആളായിരിക്കും വരുന്നത്. അങ്ങനെ ഓൾ ഗുഡാണ്, വേറെ സീനൊന്നുമില്ല. എപ്പിഡ്യൂറലൊക്കെ കിട്ടിയോണ്ട് നമുക്ക് വേദനേൻ്റെ കാര്യങ്ങളൊക്കെ മാറി ഇപ്പം സെറ്റാണ്. അപ്പം യെസ്, അപ്പം എന്താ പറയുക, ഇപ്പോൾ ECG കാര്യങ്ങളൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. എന്താ പറയുക, മെഡിസിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ബേബീൻ്റെ സംഭവങ്ങളാണെങ്കിൽ അവിടെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. എല്ലാം കറക്റ്റാണ്. സമയം 7:14 ഗൈസ്. അപ്പോൾ എന്താ ഏതാന്നുള്ളത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാല്ലേ, സൂൺ അറിയാം. ഓ ഗൈസ്, അപ്പോൾ സമയം 7:52. ഇവിടെ നല്ല തണുപ്പാണ്. ഇത് കൈൻഡ് ഓഫ് ICU തന്നെ ആയതുകൊണ്ട് അവരൊരു ഹോട്ട് ബ്ലാങ്കറ്റൊക്കെ കൊടുത്തു. ഞാൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് വെച്ച് പറഞ്ഞു. വേണേൽ ഒരു ചായ മാത്രം കൊടുത്തോളാൻ പറഞ്ഞ് ടിൻഡാപ്പീൻ്റെ സ്പെഷ്യലായ സ്റ്റീവ് ടീ ഡബിളൊക്കെ ഇങ്ങനെ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഡിസിഷൻ വന്നു അല്ലേ? എന്താ ഡിസിഷൻ വന്നേ? ഡോക്ടർ വരും വാട്ടർ ബ്രേക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മളെ ഡോക്ടർ ഇപ്പോൾ എത്തും വാട്ടറൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ട്. മെയിൻ ടൈം ബേബീൻ്റെ എല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെയാണ്, സേഫാണ്. അപ്പോൾ നമ്മൾ വാട്ടർ ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം അല്ലേ? ഓ ഗൈസ്, അങ്ങനെ ഇവിടുത്തെ സമയം 9:21. നമ്മുടെ ചെക്കൻ എന്താ പറയുക പുറത്ത് വന്നു. ഇപ്പോഴാണ് ഞങ്ങളെ റൂമിലോട്ട് മാറ്റി. ഇപ്പോൾ ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാ, 11:30. അപ്പം നമ്മുടെ ചെക്കനും ലിൻഡാപ്പിയും എങ്ങനെ ഉണ്ടായിരുന്നു ലീ? വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നോർമൽ ഡെലിവറി ആയിരുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നു. ഞങ്ങൾ റൂമിലോട്ട് മാറ്റി. നല്ല റൂമൊക്കെയാണ്. എന്താ പറയുക, ചെക്കനും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു ചെറിയൊരു ഉറക്കത്തിലാണ് പുള്ളി. അതെ, കണ്ണിൽ മരുന്നൊക്കെ അടിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഇതിൽ പിന്നെ ഒരു ഇഞ്ചക്ഷനൊക്കെ ഉണ്ടായിരുന്നു. യെസ് യെസ്, നല്ല നേഴ്സുമാരായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല സ്നേഹത്തിലായിരുന്നു നമ്മളോട് അല്ലേ? യെസ്. ഓ ഗൈസ്, അങ്ങനെ സമയം 12:00. നമ്മുടെ ചെക്കൻ പാലൊക്കെ കുടിച്ച് നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങുമെന്ന് തോന്നുന്നു. സാഡിലേത് ഇവിടെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്. ലിൻഡാപ്പി ക്ഷീണമൊക്കെ കഴിഞ്ഞ് ലിൻഡാപ്പിക്കുള്ള ഫുഡൊക്കെ വന്നു. നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ കോംപ്ലിമെൻ്ററി ഫുഡുകളാണ്. ചായ ഉണ്ട്. ഇതെന്താ, ഓപ്പൺ ചെയ്ത് നോക്ക്. ബർഗറാണ്. ഇതെന്താ, സൂപ്പാന്ന് തോന്നുന്നു അല്ലേ? സൂപ്പാണ്. അപ്പോൾ അതാ ഹോസ്പിറ്റലിൽ നല്ല റൂമൊക്കെയാണ്. ഈ റൂം നമുക്ക് എങ്ങനെ കിട്ടിയേ? യെസ്, ഇൻഷുറൻസിൽ നമുക്ക് കവേർഡാണ് ഈ റൂം. കുഴപ്പമില്ലാത്ത നല്ല റൂമാണ്, സെറ്റാണ്. അപ്പോൾ കൊച്ചും അമ്മയും അടിപൊളിയായിട്ടിരിക്കുന്നു. ഞങ്ങളിനി എന്താ പറയുക, ഒന്ന് ഫ്രഷ് ആവണം. ഇന്നലെ മുതലുള്ള ഓട്ടാണ്. എല്ലാം ഓക്കെയാണ്. ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഈ ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ അല്ലേ? ഇവിടെ ഒരപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ്. സ്കിൻ ടു സ്കിന്നൊക്കെ. എന്താ കാര്യം നിങ്ങൾ പറ. അത് ഞാൻ പാല് കൊടുക്കാൻ നേരത്തെ റാപ്പ് ചെയ്തില്ല. അപ്പോൾ കുറച്ച് തണുത്തു പോയി. അപ്പോൾ അവരപ്പനോട് സ്കിൻ ടു സ്കിൻ ഇരിക്കാൻ പറഞ്ഞു. ഡോണ്ട് ബി ഷൈ, ഡ്രസ്സ് മാറ്റിയിട്ട് സ്കിൻ ടു സ്കിൻ കൊടുക്കാൻ. എന്തോ ചെയ്യണം. ഫസ്റ്റ് ടൈമേ അങ്ങനെ നമ്മുടെ കണ്ണാപ്പീനെ കാണാനായിട്ട് ഫസ്റ്റ് വിസിറ്റേഴ്സ് കണ്ണാപ്പീന്റെ അമ്മായിമാർ 2 പേര്, എല്ലാന്റി കുഞ്ഞാന്റിയും എത്തിയിരിക്കുന്നു ഗൈസ്. 5 to 7 ആണല്ലേ മറ്റേ വിസിറ്റേഴ്സിന്റെ. അപ്പൊ കുടുംബത്തിലെ 2 പേര് തന്നെ ആദ്യം കാണാൻ വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് കൊച്ചിനെ കണ്ടിട്ട്? എങ്ങനെയുണ്ട്? ആരെ പോലെ ഇരിക്കണേ? നല്ല വൈബാട്ടോ കേസ് ഈ ഒരു റൂമൊക്കെ. ഇവിടെ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ, ലിൻഡാപ്പിക്ക് പെയിൻ മാത്രം ഒരു പ്രശ്നമായിട്ടുള്ളൂ അല്ലേ? ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. നമുക്കങ്ങനെ അടുത്ത വിസിറ്റേഴ്സ് വന്നിരിക്കുകയാണ്. നമ്മുടെ ബേസിൽ ബ്രോ ആൻഡ് ഫാമിലി. കുട്ടാപ്പി, ബേബിനെ കണ്ടോടാ? കുട്ടാപ്പി, ഡു യു ലൈക്ക് ഹിം? ഓക്കെ, നമ്മുടെ കുട്ടാപ്പി ആൻഡ് ടീം വന്ന് നമുക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഹലോ ബേബി. ചേക്കൻ ഇപ്പോഴും ഉറക്കം തന്നെയാ. കുട്ടാപ്പിന്റെ സെലക്ഷനാ? ഓ ദാറ്റ്സ് സോ കൂൾ കുട്ടാപ്പി. അങ്ങനെ ഓ ഗൈസ്, ലിൻഡാപ്പിക്ക് ഡിന്നർ വന്നു. ഫുള്ള് രാജകീയ പദവികളും ഭക്ഷണങ്ങളുമാണ്. എന്താ ഫുഡ്? എന്താ ഡിന്നർ? എന്താ? വാവ്, സാമൻ. പിന്നെന്താ, റൈസ്, കുറച്ച് വെജീസ്, പിന്നെ ഒരു ഇതെന്താ, കേക്ക്. അതെന്താ?
അത് നോക്കട്ടെ, ഇത് പുട്ടിനാണെന്ന് തോന്നുന്നു. ഓക്കെ. പിന്നെ കോഫി അല്ലേ? ഓ എന്തായാലും എന്താ കഴിക്കുന്നതിന് ഇതൊക്കെ തന്നെ വേണ്ടേ. എന്നാ ഫുഡ് കഴിച്ചോ, മുട്ടിക്കാം. ഞങ്ങളുടെ അടുത്ത വിസിറ്റേഴ്സ് വന്നു, ടോണിക്കുട്ടൻ ആൻഡ് ഫാമിലി. അടുത്ത ആഴ്ചത്തെ ഡെലിവറി ആട്ടോ. താങ്ക് യു ഫോർ കമ്മിങ് ഗൈസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ മോനെ രാവിലെ തന്നെ എന്താ പരിപാടി? ഞങ്ങൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഇല്ല കേട്ടോ, നല്ല വർക്കാണ് ഗൈസ്. അപ്പൊ ഞങ്ങളുടെ എന്താ പറയാ, ഡെലിവറി കഴിഞ്ഞിട്ട് 24 hours ആവാൻ പോവാനാ. യെസ്, പിച്ചാൻ്റെ ഡെലിവറിയാണ്, എൻ്റെ ഡെലിവറിയാണ് കഴിഞ്ഞത്. US ഡെലിവറി. ഞാനൊരു ചായ കുടിക്കാൻ ഏറ്റതാണ് ഗൈസ്. ചായ എന്ന് പറയുമ്പോൾ പിച്ചാൻ ടിന്നിന്ന് വരെ ചായ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് കൂടാതെ കൊച്ചറിയ ഇവിടെയാണ് പണിയെടുക്കണേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഞാൻ ഈഗർലി. ഓ സോസേജ് ഒക്കെ. ഇതെന്താ ചെറുതെന്താ ചെറുതാന്ന് തോന്നുന്നു. ഒരു ചായ. ഞങ്ങള് ഹാപ്പിയാണ്. ബേബിയൊക്കെ ചില്ലടിച്ചിരിക്കുന്നുണ്ട്. ചങ്ങായി ഫുള്ള് ഉറക്കമാണ് ഇവിടെ. ഉറങ്ങി തകർക്കുകയാണ്. ഞങ്ങൾ ഓരോന്നോരോന്ന് പഠിച്ചു വരികയാണ്. ഇന്ന് ആദ്യം ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. എവിടെ നല്ല ഉറക്കം. അപ്പൊ നമ്മള് ബാക്കി കാര്യങ്ങളൊക്കെ പറയാല്ലേ. എങ്ങനെയാണ്? വൺ സ്ലീപ്ലെസ് നൈറ്റ്സ് ആയിരുന്നു കേട്ടോ 2 ദിവസമായിട്ട്. അതെ, ഭയങ്കര കഷ്ടം. ഇന്ന് എനിക്ക് ഭയങ്കര പെയിനാ. ഇന്നലെ ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു, അറിയുന്നില്ലായിരുന്നു സെഡേഷൻ ആയതുകൊണ്ട്. അങ്ങനെ സമയം 2 മണിയാവുന്നു അല്ലേ ചായ? 2 മണിയാവുന്നു. നമ്മൾ ഡിസ്ചാർജ് ആവാൻ നമ്മുടെ ബോസിന്റെ കാർ സീറ്റില് ആഗ്രഹസ്ഥനായി പാലൊക്കെ കുടിച്ച് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് വിട പറയുകയാണ് ഗൈസ്. അപ്പോ നമുക്ക് നമുക്ക് പോവാം. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണാം, കാറിലെത്തിയിട്ട് കാണാൻ. ഓക്കെ. അങ്ങനെ ഗൈസ്, നമ്മൾ ഹോസ്പിറ്റലിനോട് വിട പറയുകയാണ്. നമ്മൾ നേരെ പോവാണ്. ബേബിനെ ഇവിടെ കാർ സീറ്റിലൊക്കെ ഇരുത്തി സെറ്റായി. ബേബിക്ക് തുണയായിട്ട് നമ്മുടെ ലിൻഡാപ്പി ഉണ്ട്. ഓക്കെ ആണോ അവിടെ? ബേബി കംഫർട്ട് അല്ലേ? അപ്പൊ ഗൈസ് ഞങ്ങള് പോവാണ്. വീട്ടിലെത്തിയിട്ട് കാണാം അല്ലേ? വെൽക്കം ബേബി, വെൽക്കം ടു ഹോം. ഞങ്ങള് വീട്ടിലെത്തിയിരിക്കുകയാണ്. അതെ, അങ്ങനെ നമ്മുടെ ബർത്ത് വ്ളോഗ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നമ്മുടെ ബേബിനെ ഇഷ്ടപ്പെട്ട എല്ലാരും ഞങ്ങളുടെ ഈ ബർത്ത് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ ഇത്ര പറഞ്ഞോണ്ട് വീഡിയോ അവസാനിക്കുന്നു. ഇവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും ഒരു അടിപൊളി. അപ്പൊ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്ന വരെ. ഓ ഗൈസ്, അപ്പൊ ഞങ്ങളുടെ ചെക്കന്റെ ഗോഡ് മദറും ഗോഡ് ഫാദറും വന്ന് കാര്യങ്ങളൊക്കെ ടേക്ക് ചെയ്തത്. ഞങ്ങൾ വീടെത്തി, അരമണിക്കൂറും കൊണ്ടെത്തി. പിന്നെ ഞങ്ങളുടെ ചെക്കന്റെ ചേച്ചി ക്യൂട്ട്നെസ് വാരി ചെക്കൻ പാലൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ഞങ്ങൾ ഹ്യൂമിഡിഫയർ ഒക്കെ സെറ്റ് ചെയ്യുന്നു. ചെറിയ ആൻറ്റി വലിയ ആൻറ്റി എല്ലാവരും ഉണ്ട്. ഞങ്ങളങ്ങനെ സെറ്റിലായി.